മരം കയറിപ്പെണ്ണെന്നൊക്കെ വിളിക്കും. കുട്ടി നാൾ പഠിച്ച സ്വഭാവട്ടെ. അനിയൻ നൗഷാദായിട്ട് ഞങ്ങൾക്കൊരു മാവൻ തോട്ടം ഉണ്ടായിരുന്നു. അതിൽ മാങ്ങൊട്ടിക്കാൻ അവനായിട്ട് ഞാനും കൂടി പോകും. വലിയ മാവിൻ്റെ മുകളിലൊക്കെ ഞങ്ങൾ കയറി പൊട്ടിക്കും. എൻ്റെ കെട്ടിയോനെ കുരുമുളക് വിറ്റ കാശ് തരണമെങ്കിൽ ഇതുമ്മ കയറി കുറച്ചെങ്കിലും പൊട്ടിക്കണം. പിന്നെ ചവിട്ടലും ഉണക്കലും ചാക്കിലാക്കലും അതൊക്കെ ഫുള്ളായിട്ട് നമ്മൾ തന്നെ പൊട്ടിക്കാൻ. ഇക്കയും പൊട്ടിക്കും. മോനുണ്ടായിരുന്നു. മോനിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ബംഗാളിയുണ്ട്. അല്ലാതെ ഇതിപ്പോൾ മുഴുവനും പൊട്ടിക്കൽ എന്നെക്കൊണ്ടാവില്ല. ചിലവരേ ചോദിക്കും, എന്തിനാ പെണ്ണേ ഈ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്? ഇതിപ്പോൾ എന്താ, നിൻ്റെ കെട്ടിയവനും മോനും ഒക്കെ ജോലി എടുക്കുന്നുണ്ടല്ലോ. കൃഷി എന്ന് പറഞ്ഞാലേ നമ്മൾ എത്ര തന്നെ വേറെ ഏതെങ്കിലും ജോലി ഉണ്ടെങ്കിലും കൃഷി നമ്മളെ ലൈഫിൻ്റെ ഭാഗമാക്കണം. ഇത് വരുമാനത്തിന് മാത്രം വേണ്ടി, വരുമാനമാണ്, നമുക്ക് ജീവിക്കണ്ടേ. മാത്രമല്ല ശരിക്കും കൃഷി നമ്മളെ ബാധ്യതയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി പണിയെടുക്കല്ലേ. അപ്പോൾ ദൈവത്തിൽ നിന്നൊരു പ്രീതി കിട്ടുമെന്നുള്ള അതുണ്ട്, വരുമാനമാണ്. ഇത് കരിമുണ്ടയാണ് കേട്ടോ. അത് ചിലവർ കണ്ടാൽ വിചാരിക്കും ഇത് ചെറുതല്ലേ, പക്ഷെ ഇത് ചെറുതായാലും കുറേ നിറച്ചുണ്ടാവും. മറ്റേത് പന്നിയൂരും നല്ല നീളമുണ്ടെങ്കിൽ ഇത്ര അധികം തോക്ക ഉണ്ടാവില്ല. ഇതിന് തോക്ക കുറച്ച് കൂടുതലായിരിക്കും. എന്തായാലും ഏതിൻ്റെങ്കിലും വീട്ടിൽ ഇപ്പോൾ ചട്ടിയിലും ഉണ്ടല്ലോ കുരുമുളക് വളർത്തുന്ന. ഏതെങ്കിലും മരത്തിൻ്റെ മുന്നിൽ പടർത്തി കഴിഞ്ഞാൽ എന്തായി? കുരുമുളക് പറഞ്ഞാൽ എന്താ, കറുത്ത പൊന്നല്ലേ. കറുത്ത പൊന്ന്. ഇത് 2 ദിവസം മുന്നേ വെട്ടിയ മുളയാണ് കേട്ടോ, ഉണങ്ങുന്നേ ഉള്ളൂ. ഈ മുള ചൂടാക്കുന്നതേ അത് നമ്മൾ കുരുമുളക് പൊട്ടിക്കാനായിട്ട് അതിനെ ചൂടാക്കി എടുക്കണം തീയിൽ. നമ്മൾ ഇരുമ്പിൻ്റെ കോണി ഉപയോഗിച്ച് പോകുമ്പോൾ ഒന്ന് എക്സ്പെൻസാണ്, മാത്രമല്ല ഭയങ്കര വെയിറ്റ് ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കെട്ടാനൊക്കെ. ഒരു കവുങ്ങിലാണ് ഇവിടെ കൂടുതലുള്ളത്. മുരിങ്ങയുടെ മരത്തിൽ അങ്ങനെയൊക്കെ ഇതിലുണ്ട്, കവുങ്ങിലാണ് കൂടുതലുള്ളത്. അപ്പോൾ അത്രയും ഹൈറ്റ് ഉള്ളത് ഇവിടെ മുള ഉണ്ടായതുകൊണ്ട് അത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി കുരുമുളക് ചവിട്ടലും ഒക്കെ ആയിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ ആയിട്ട് വരാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇതുമായി ബന്ധപ്പെട്ട്. ഓക്കെ.